നമസ്കാരം. ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ പിണറായിയുടെ 10 വർഷം നീണ്ട ദുർഭരണം അവസാനിക്കുമെന്നും ഇവിടുത്തെ കമ്മിക്കൂട്ടങ്ങൾ മാളത്തിൽ പോയി ഒളിക്കുമെന്നും പ്രതീക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ആ സുദിനത്തിനു വേണ്ടി ഉറക്കമിളച്ച് കാത്തിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ. പിണറായി ഭരണം അവസാനിച്ച് UDF ഭരണം വന്ന് ഏറെ വൈകാതെ പിണറായി ആയിരുന്നു ഭേദമെന്ന് ഷാജ നിങ്ങൾ പറയുമെന്ന് പലരും എനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വേദനയോടുകൂടി ഖേദത്തോടുകൂടി പറയട്ടെ, പിണറായിയുടെ ഭരണം അവസാനിക്കുമെന്ന് ഉറപ്പില്ല, UDFിൻ്റെ ഭരണം വരുമെന്ന് ഉറപ്പില്ല. എന്നിട്ടും കടുത്ത നിരാശ തോന്നുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് പൊട്ടിക്കുമ്പോൾ പിണറായി തന്നെ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ എത്ര ഭേദമായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടത്തുന്ന വടംവലികൾ, അതിൻ്റെ പേരിൽ പുതിയ പുതിയ അവതാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റു ചില അജണ്ടകൾ, ഇതൊക്കെ നിരാശയുണ്ടാക്കുന്നതാണ്. അതൊക്കെ പോട്ടെ, കോൺഗ്രസിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നമുക്കങ്ങ് തള്ളിക്കളയാം. എന്നാൽ UDF അധികാരം ഉറപ്പിച്ചതോടെ അധികാരത്തിൻ്റെ ഭാഗമായി അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി നടക്കുന്ന അട്ടിമറിയുടെ ഞെട്ടിക്കുന്ന വിവരമറിഞ്ഞാൽ ഭയന്നു പോകും. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അവർക്ക് പറ്റിയ ഒരു സൈബർ ടീം ഉണ്ടായിരുന്നില്ല. ₹1 പോലും പ്രതിഫലം വാങ്ങാതെ കുറേ കുട്ടികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നടത്തിയിരുന്ന സൈബർ പോരാട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷവും കോൺഗ്രസ് പാർട്ടിക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തത്. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ CPMൻ്റെ കോടികൾ മുടക്കിയുള്ള സൈബർ ക്യാമ്പയിനെ മുഴുവൻ ഇല്ലാതാക്കിയത് കുറച്ച് കുട്ടികൾ ചേർന്നായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ അവർ ആവേശത്തോടുകൂടി VD സതീശനടക്കമുള്ള നേതാക്കൾക്കെതിരെ ചില വിമർശനങ്ങൾ നടത്തി. അതിൻ്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആ സൈബർ സംഘത്തെ മുഴുവൻ പിരിച്ചുവിട്ട് അവരെ നിശബ്ദരാക്കി. പിന്നീട് സംഭവിച്ചത് എന്താണ്? താനും ഭാര്യയും ആഡംബര ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് മാത്രം പോസ്റ്റ് ഇടുന്ന, തൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന, സൈബർ ഇടത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത എറണാകുളം MP ഹൈബി ഈഡനെ ചുമതലയേൽപ്പിച്ചു. അതോടുകൂടി കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾ പൂർണ്ണമായും നിശബ്ദമായി. എന്നാൽ ഭരണവിരുദ്ധ വികാരവും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും മറുനാടനടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിശക്തമായ ഇടപെടലും മൂലം കോൺഗ്രസിൻ്റെ സൈബർ ഇടത്തിലെ ഈ പിന്മാറ്റം അധികമാരും ശ്രദ്ധിച്ചില്ലെന്ന് മാത്രം. ₹1 പോലും പ്രതിഫലം വാങ്ങാതെ CPMൻ്റെ സകല തട്ടിപ്പുകളും പൊളിച്ചടുക്കിയ, കോൺഗ്രസിന് വേണ്ടി വിയർപ്പൊഴുക്കിയ ആ പാവപ്പെട്ട കുട്ടികൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ഇനി വരാൻ പോകുന്ന 5 വർഷം അധികാരത്തിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കാൻ, സൈബർ ഇടത്തിലെ പ്രചരണത്തിൻ്റെ പേരിൽ വിഹിതം കൈപ്പറ്റാൻ പലരും ഇടിച്ചുകൂടി നിൽപ്പുണ്ട്. അതിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് ഞെട്ടലോടുകൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പുറത്താക്കൽ വാർത്ത. അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു എന്ന ഒരു അഭിഭാഷകൻ തിരുവനന്തപുരത്തുണ്ട്. കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പ്രഗത്ഭനായ അഭിഭാഷകനാണ്. ഞാൻ ഇതുവരെ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും വളരെ ആദരവോടുകൂടിയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. തിരുവനന്തപുരം കോടതിയിലെ പണിയറിയാവുന്ന അപൂർവം അഭിഭാഷകരിൽ ഒരാളാണ് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു എന്നാണ് കോടതിയിലെ അഭിഭാഷക സംഘം എന്നോട് പറഞ്ഞിട്ടുള്ളത്. CPMന് കോടികൾ മുടക്കി സുപ്രീം കോടതിയിൽ നിന്ന് വരെ അഭിഭാഷകരെ കൊണ്ടുവരാൻ കെൽപ്പുള്ളപ്പോൾ കോൺഗ്രസ് നേതാക്കളും KSU നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമൊക്കെ കള്ളക്കേസിൽ ജയിലിലായ സാഹചര്യത്തിലെല്ലാം ₹1 പ്രതിഫലം വാങ്ങാതെ അവരെ വിദഗ്ധമായി പുറത്തു കൊണ്ടുവന്ന, അവരുടെ കേസ് സൗജന്യമായി നടത്തുന്ന ആളാണ് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ. ശബരിനാഥിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും ഒക്കെ ജനകീയ സമരത്തിൻ്റെ പേരിൽ പാതിരാത്രിയിൽ വീട്ടിൽ കയറി പിടിച്ച് ജയിലിലടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുന്ന് പോയി ഇറക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് മൃദുൽ ജോണിൻ്റെ മിടുക്ക് കൊണ്ട് മാത്രമാണ്. ₹1 പോലും പ്രതിഫലം കൈപ്പറ്റാതെ എത്ര KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ജയിലിന് പുറത്തേക്ക് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ ഇറക്കിക്കൊണ്ടുവന്നു എന്ന് അവർക്കിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ സാക്ഷ്യപ്പെടുത്തലൊക്കെ ഇപ്പോൾ പുറത്തു വരാൻ കാരണം ഈ അഡ്വക്കേറ്റ് മൃദുൽ ജോണിനെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിലെത്തിയപ്പോഴാണ്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് എന്ന പേരിൽ കോൺഗ്രസ് പാർട്ടിയോട് ഒരു പോഷക സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നേതാക്കൾ ആരാണെന്ന് നമുക്കാർക്കും അറിയില്ല. എന്നാൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മാർത്ഥമായി കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പണിയെടുത്ത മൃദുൽ ജോൺ മാത്യുവിനെ നമുക്കൊക്കെ അറിയാം. ആ മൃദുൽ ജോൺ മാത്യുവിനെ ഔദ്യോഗികമായി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നാണ് പത്രക്കുറിപ്പ്. ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഔദ്യോഗിക പാനലിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാണ് ഒരു അന്വേഷണവുമില്ലാതെ, ഒരു കമ്മീഷനും വയ്ക്കാതെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യുവിനെ നിഷ്കരുണം കറിവേപ്പില പോലെ എടുത്തെറിഞ്ഞത്. പക്ഷേ മൃദുൽ ജോണിൻ്റെ സഹായം കൈപ്പറ്റിയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഒന്നൊന്നായി സോഷ്യൽ മീഡിയയിൽ അണിനിരക്കുകയാണ്. CPMൻ്റെ പകയ്ക്കിരയായി ഒടുവിൽ അവരോട് പൊരുതി തിരുവനന്തപുരം കോർപ്പറേഷൻ മെമ്പറായ വൈഷ്ണ സുരേഷ് എന്ന വിദ്യാർത്ഥിനി നേതാവ് ഇങ്ങനെ പറയുന്നു: പക്ഷഭേദം കാണിക്കുന്നവർക്ക്
നിങ്ങളെ അകറ്റി നിർത്താൻ കഴിയുമായിരിക്കും. പക്ഷേ ഞങ്ങൾ KSകാർക്ക് ഒരാവശ്യം വരുമ്പോൾ ഓടിയെത്താൻ നിങ്ങളെയുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിന്ന പ്രതിസന്ധിയിൽ പോലും എൻ്റെ കൂടെ കേസിനുടനീളം നിന്ന ഒരാൾ, വിദ്യാർത്ഥി പ്രക്ഷോഭ പോരാട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകി പാർട്ടിയുടെ ചെറുപ്പക്കാർക്ക് തണലൊരുക്കുന്ന ഒരാൾ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് മൃദുലേട്ട. അജയ് കുര്യാത്തി ഇങ്ങനെ എഴുതി: കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിലെ കോൺഗ്രസിനെ താങ്ങി നിർത്തിയൊരു മനുഷ്യനുണ്ട്. ഒരു സൈലൻറ്റ് ഫോഴ്സായി, പാരലൽ സംവിധാനമായി. മണ്ഡലം പ്രസിഡന്റ് മുതൽ നാഷണൽ പ്രസിഡന്റ് വരെയുള്ളവരുടെ രാഷ്ട്രീയ കേസുകളിൽ കയ്യിൽ നിന്ന് കാശു മുടക്കി നടത്തിയൊരു വക്കീൽ. തലസ്ഥാന നഗരി സംഘർഷഭരിതമായ പ്രതിപക്ഷ സമരദിനങ്ങളിൽ ഉറക്കമില്ലാതെ മജിസ്ട്രേറ്റിൻ്റെ വസതിക്ക് മുമ്പിൽ പ്രവർത്തകരെ ചേർത്ത് പിടിച്ച മനുഷ്യൻ. രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ പ്രവർത്തകർക്ക് വേണ്ടി ഇറങ്ങി നിന്ന ഞങ്ങളുടെ മാരാർ മൃദുൽ ജോൺ മാത്യു. എന്തൊരു പ്രശ്നം വന്നാലും ആര് കൂടെയില്ലെങ്കിലും ആ മനുഷ്യൻ കൂടെയുണ്ടെന്ന വിശ്വാസം തിരുവനന്തപുരത്തെ ഓരോ കോൺഗ്രസ്സുകാരനുമുണ്ട്. വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കേണ്ട, ഇപ്പാർട്ടി ചേർത്ത് പിടിക്കും. അങ്ങേരുണ്ടാക്കിയ അനേകായിരം പ്രവർത്തകർ ചേർത്ത് പിടിക്കും. മാർട്ടിൻ പി പെരേര ഇങ്ങനെ എഴുതി: ലോയേഴ്സ് കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് മൃദുൽ ജോണിനെ പുറത്താക്കിയ വാർത്ത കേട്ടപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്ന് അറിയാത്തവരുണ്ടാകും. പക്ഷേ മൃദുൽ ജോണിനെ അറിയാത്ത കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിൽ ഇല്ലെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. 14 ജില്ലകളിൽ നിന്നും സമരങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന പ്രവർത്തകർ പോലീസ് കേസുകളിൽ പെടുമ്പോൾ ഒരു ലാഭവും നോക്കാതെ നിയമപരമായ പോരാട്ടത്തിൽ അവരുടെ കൂടെ ഉറച്ചു നിൽക്കുന്ന പോരാളിയാണ് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ. ഒരു കോൺഗ്രസ് പ്രവർത്തകനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാലോ നിയമപരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ നേതാക്കളുടെ ആദ്യ പ്രതികരണം എപ്പോഴും ഇതാണ്: മൃദുൽ നോക്കിക്കൊള്ളും. അത്രയും വിശ്വാസവും ആത്മാർത്ഥതയും നേടിയെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. ഇത്തരത്തിലുള്ള ആത്മാർത്ഥ പ്രവർത്തകർക്കെതിരെ ലോയേഴ്സ് കോൺഗ്രസ് തന്നെ തിരിയുമ്പോൾ അത് ഒരിക്കലല്ല 1000 തവണ ആലോചിക്കേണ്ട തീരുമാനമാണ്. കാരണം സംഘടനയുടെ ശക്തി നേതാക്കളിൽ മാത്രമല്ല, നിലത്തിറങ്ങി പ്രവർത്തിക്കുന്ന ഇത്തരം പോരാളികളിലാണ്. ഇങ്ങനെ 100 കണക്കിന് പ്രവർത്തകരാണ്, പ്രത്യേകിച്ച് KSകാരും യൂത്ത് കോൺഗ്രസ്സുകാരും മൃദുലിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിപ്പെഴുതുന്നത്. ഒരിക്കൽ പോലും ഈ മൃദുൽ ജോണിനെ കണ്ടതായി എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകരൊക്കെ മൃദുൽ ജോൺ എന്ന നിസ്വാർത്ഥനായ കോൺഗ്രസ് അഭിഭാഷകനെക്കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തല്ല് കിട്ടിയാൽ ജയിലിലായാൽ കോൺഗ്രസ് നേതാക്കളൊക്കെ ഓടിയൊളിക്കും എന്നതുകൊണ്ട് പിന്നോട്ട് മാറി നിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോരാട്ട വീര്യം നൽകിയത് ഈ അഭിഭാഷകനായിരുന്നു. ആ അഭിഭാഷകനെ പുറത്താക്കണമെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എത്ര ദയനീയമാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അഭിഭാഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മൃദുലിന് കിട്ടാതിരിക്കട്ടെ എന്ന് കരുതിയ ഒരു കുരുട്ടുബുദ്ധിയുടെ ഭാഗമായിരിക്കും ഈ അട്ടിമറി. ഇങ്ങനെ ചോരയും നീരുമൊഴുക്കി കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തിക്കാൻ ശ്രമിച്ചവരെയൊക്കെ ചവിട്ടി വീഴ്ത്തി അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഈ പാർട്ടി അധികാരത്തിൽ വരുന്നതിൽ ഭേദം പിണറായിയുടെ ദുർഭരണം തുടരുന്നതല്ലേ എന്ന് ചിന്തിക്കുന്നവരെ നമുക്കെങ്ങനെ കുറ്റം പറയാൻ കഴിയും?